നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമഗ്ര ബജറ്റിലും വടക്കാഞ്ചേരിയോടുള്ള അവഗണന തുടരുന്നു. 2025-26 വർഷത്തെ ബജറ്റിൽ വടക്കാഞ്ചേരിയുടെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് പദ്ധതിക്ക് ₹1 പോലും വകയിരുത്താത്തതിലും വടക്കാഞ്ചേരിയെ പൂർണ്ണമായും അവഗണിച്ചതിലും ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി DCC സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ലോകാരോഗ്യ സംഘടന വിഭാവനം ചെയ്ത ഏകലോകം ഏകാരോഗ്യം എന്ന പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സുനോസസ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു. മനുഷ്യനെ ബാധിക്കുന്ന ജന്തുജന്യമായ പകർച്ചവ്യാധികളുടെ വ്യാപനം നിയന്ത്രിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളമാകെ നടത്തിയ 1000 കോടി രൂപയുടെ സീഡ് തട്ടിപ്പ് എരുമപ്പെട്ടിയിലും. തട്ടിപ്പിന് നേതൃത്വം നൽകിയ മഹിളാ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFIയും എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദത്തെ എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ക്യാമ്പയിൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്തിയാർജിച്ച മുള്ളൂർക്കര കാഞ്ഞിരിശ്ശേരി മക്കാം ഷെരീഫിലെ 2 ദിവസം നീണ്ടുനിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. മഹല്ല് പ്രസിഡന്റ് KK മരക്കാർ ഹാജി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.